ഹലോ ഗായ്സ്, തമ്പുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഉത്രാട ദിനത്തിൻ്റെയും തിരുവോണത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. ഉത്രാടത്തിന് അത്തപ്പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചേട്ടൻ തലേദിവസമേ പൂവൊക്കെ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നേ. ഏകദേശം പാതിരാത്രി ആയിട്ടുണ്ടായിരുന്നു. ഉറക്കം പോയതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നുവെങ്കിലും ഇച്ചിരി നേരം മെനക്കെട്ടാൽ പിറ്റേ ദിവസം അടിപൊളി അത്തപ്പൂക്കളം ഇടാമെന്നുള്ള ഒരു ആഗ്രഹത്തിന് പുറത്ത് പൂവിൻ്റെ ഇതളുകളൊക്കെ ഞാൻ അടർത്തുവാണേ. ഇപ്പോഴൊക്കെ നേരെ മാർക്കറ്റിൽ പോയി പൂവൊക്കെ മേടിക്കുകയാണല്ലോ. ചെറുപ്പകാലത്തൊക്കെ പൂവിടുന്നത് മുറ്റത്തും തൊടിയിലുമൊക്കെ ഓടി നടന്ന് പൂ പിച്ചുന്നതായിരുന്നു അനിയത്തിയോടൊപ്പവും കൂട്ടുകാരോടൊപ്പമൊക്കെ. അതൊക്കെ അന്നത്തെ ആഘോഷമായിരുന്നു. പിന്നെ നാട്ടിലെല്ലാവരും ഒന്നിച്ചുള്ള ഓണക്കളികളും പായസം കൂടിയൊക്കെ അങ്ങനെ മറക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഓരോ ക്ലാസ് ബേസിലൊക്കെ മത്സരമുണ്ടായിരുന്നു. നേരത്തെ ക്ലാസ്സിലെത്തി ഓരോരുത്തരും കൊണ്ടുവന്ന പൂവൊക്കെ തരം തിരിച്ച് അരിയുകയും പിച്ചുകയൊക്കെ ചെയ്യുമായിരുന്നേ. ബ്ലേഡ് കൊണ്ട് കൈമുറിയുന്നതൊക്കെ വലിയ സംഭവമാക്കാതെ അത്തപ്പൂക്കളം മത്സരത്തിൽ ഫസ്റ്റ് മേടിക്കാനുള്ള വെപ്രാളത്തിലായിരുന്നു കേട്ടോ. അതൊന്നും മറക്കാനാവാത്ത ഓർമ്മകളായിട്ട് ഇങ്ങനെ മനസ്സിൽ നിലനിൽക്കുകയാണ്. ഓണമൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച്. അതൊക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ അല്ലേ. എനിക്ക് പൂക്കളം ഇടാൻ അത്രയ്ക്കൊന്നും അറിയത്തില്ല കേട്ടോ. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുമേ. ബന്ദിപ്പൂവും വാടാമല്ലിപ്പൂവും ജമന്തിയും ഒക്കെ ആയിരുന്നു നമ്മുടെ ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്നത്. ഉത്രാടത്തിന് അതിരാവിലെ തന്നെ പൂവിടണം എന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് പിന്നെ എന്തെങ്കിലും വേഗം റെഡിയാക്കാമെന്നുള്ളൊരു തിരക്കിലാണ് കേട്ടോ ഞാൻ. എന്നിട്ട് വേണം പോയി കിടന്നുറങ്ങാനും. എന്നിരുന്നാലും ഇപ്രാവശ്യത്തെ ഓണം അടിപൊളിയാക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം എറണാകുളത്ത് വന്നിട്ടുള്ള ആദ്യത്തെ ആഘോഷമാണല്ലോ ഓണം. അങ്ങനെ പൂവൊക്കെ കുറേ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് കുറച്ച് പൂവൊക്കെ എടുത്ത് ഞാൻ തലയിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം ഉറക്കപ്പിച്ച് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. എനിവേ ഗൈസ്, അതിനിടയ്ക്ക് ചേട്ടൻ വർത്താനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ രീതിയിലൊക്കെ ഞാൻ പൂവൊക്കെ പിച്ച് വെച്ചിട്ടുണ്ട്. റോസാപ്പൂ പിന്നെ ഞാൻ ഒന്നും ചെയ്തില്ല, അതിങ്ങനെ സൈഡിൽ വെക്കാമെന്ന് വിചാരിച്ചേ. പതിവിന് വിപരീതമായിട്ട് ഞാൻ രാവിലെ 6 മണിക്ക് തന്നെ എണീറ്റ് ഗൈസ് പൂവിടാൻ വേണ്ടിയിട്ട്. ഉത്രാടത്തിൻ്റെ ഓണപ്പാട്ടൊക്കെ ടി വിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു രസം തന്നെയാണല്ലോ. ഓണത്തിൻ്റെ ദിവസങ്ങളിൽ ഈ പാട്ടൊക്കെ കേൾക്കുന്നത് വല്ലാത്തൊരു വൈബ് തന്നെയാണല്ലോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത്തപ്പൂക്കളം ഇടണമെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഡിസൈനൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്ന ഡിസൈൻ അങ്ങ് വരയ്ക്കും, ചിലപ്പം വരയ്ക്കാതെ ഇടും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. നോക്കാം. എന്താണ്, ഞാൻ അത്തപ്പൂക്കളം ഇട്ട് സെറ്റാക്കും ഗൈസ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പാകാതെ കാണണം കേട്ടോ. അല്ല പിന്നെ കാത്തുക്കുട്ടി നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ആളെ ഇപ്പോൾ ഒന്നും കാണാൻ പറ്റാത്തത്. പിന്നെ പൂവുകൾ പല വെറൈറ്റികൾ ഉണ്ടെങ്കിലും പച്ചപ്പ് കളറായിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്ലാറ്റിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് പച്ചയിലകളൊക്കെ ഞാൻ പറിച്ച് ഒന്ന് സെറ്റാക്കി ഞാൻ ആ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അവസാനം പൂവിട്ട് വരുമ്പോഴേക്കും അതങ്ങ് കവർ ചെയ്ത് പോകും കേട്ടോ. അങ്ങനെ ഈ ഒരു രീതിയിൽ ഞാൻ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നൊന്നുമില്ല. നമുക്ക് നോക്കാം. ചിലർക്ക് നല്ല കഴിവൊക്കെയാണല്ലേ, അത്തപ്പൂവൊക്കെ ഇടാനും അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവ്. പക്ഷെ ഇങ്ങനെ ഒപ്പിക്കുകയോ എനിക്ക് അത്രയ്ക്ക് പെർഫെക്റ്റായിട്ടൊന്നും കിട്ടത്തില്ല ഗൈസ്. അല്ലെങ്കിലും അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് നമുക്കിപ്പോൾ ഏതെങ്കിലും കാര്യം ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ എനിക്കിപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നിയത് എന്തെങ്കിലും കഴിവുണ്ടായിട്ടാണോ? ഒരിക്കലും അല്ല. ഒരാഗ്രഹം വന്നു, അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ അതിനെ ഓരോ ദിവസവും ഇങ്ങനെ സ്നേഹിക്കുകയാണ്. അപ്പോൾ ഗൈസ്, അതിനിടയ്ക്ക് അത്തപ്പൂവിൻ്റെ കാര്യം ഞാൻ വിട്ടുപോയി. പൂവ് ഞാൻ ഇടുന്നുണ്ടല്ലോ, അപ്പോൾ ഇടയ്ക്ക് ഞാൻ എണീക്കുന്നുണ്ട് കേട്ടോ. കുറേ നേരം ഇങ്ങനെ കുത്തിയിരുന്ന് വരുമ്പോഴത്തേന് കാലൊക്കെ നല്ല കഴിച്ച് പൊട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് എണീക്കും, പിന്നെ ഇരിക്കും, പിന്നെ എണീക്കും, അങ്ങനെ ഈ രീതിയിൽ ഞാനിതാ പൂവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നടുക്ക് വൈറ്റ് ജമന്തിപ്പൂവാണ് കേട്ടോ ഞാൻ വെച്ചത്. ഇഷ്ടമായോ നിങ്ങൾക്ക്? നിങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഉത്രാടം ആഘോഷിച്ചത്? 10 ദിവസം പൂവിട്ടവരൊക്കെ ഉണ്ടാവുമല്ലേ. നമുക്ക് പിന്നെ 10 ദിവസമൊന്നും പൂവിടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. എനിവേ ഉത്രാടത്തിൻ്റെ അന്ന് ഇടുന്നൊരാഗ്രഹമുണ്ടായിരുന്നു. ഏതായാലും അങ്ങനെ എനിക്ക് ഇടാൻ പറ്റി. എങ്ങനെയുണ്ട് അത്തപ്പൂക്കളം? ഇഷ്ടമായോ? നടുക്ക് നമ്മുടെ റോസാപ്പൂവ് വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് കുറവായിരുന്നു. ബന്ദിപ്പൂവൊക്കെ നിറയെ ഉണ്ടായിരുന്നു. അതിന് ബന്ദിപ്പൂവെന്ന് എന്നൊക്കെയാണോ വിളിക്കുന്നത് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഞാനെങ്ങനെയാണ് പറയുന്നത് അതുതന്നെയാണെന്ന് തോന്നുന്നു. എനിവേ അപ്പം ഈ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. പിന്നെ വാടാമല്ലിപ്പൂവ് അടർത്താൻ ഭയങ്കര പാടായിരുന്നേ. പക്ഷേ അടർത്താൻ പാടാണെങ്കിലും കുറേ നേരം മെനക്കെട്ട് അതങ്ങ് സെറ്റാക്കി എടുത്തു. ഇപ്പം അത് കൂടിയിരിക്കുന്ന കാണാൻ നല്ല രസമാണ്. പിന്നെ അവസാനം ഓണം എന്നൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് ഗൈസ്. കൊള്ളാമോ?
പിന്നെ അത് ചേട്ടൻ്റെ ഐഡിയ ആണ് കേട്ടോ, ഇംഗ്ലീഷിൽ ഏത് എന്ന് പറഞ്ഞു. കാരണം ഓണാശംസകൾ എന്നൊക്കെ എഴുതി വരുമ്പോഴത്തേനും കുറേ സമയം പിടിക്കുമല്ലോ. അതിനിടയ്ക്ക് കാത്തുക്കുട്ടീനെ പോയി എടുക്കണം, അവൾ എണീക്കാൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി എടുക്കണം ഒക്കെ ഉണ്ട് അവൾക്ക്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പൂവിതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വിജയകരമായി ഏതായാലും ഞാനിതാ പൂവിട്ട് സക്സസ് ആക്കി ഗൈസ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഉത്രാടത്തിൻ്റെ പൂവുകൾ എങ്ങനെയാണ്? നിങ്ങൾ തന്നെയാണോ അത് വീട്ടിലുള്ളവരാണോ ഇട്ടത്? എന്താണേലും അടിപൊളിയായി ആഘോഷിച്ചോ എല്ലാവരും? ഓണത്തിന് വലിയ വലിയ പരിപാടികളൊക്കെ ആയിരിക്കും അല്ലേ എല്ലാവരും പ്ലാൻ ചെയ്യുന്നത്. നമ്മളും ചെറിയ രീതിയിലൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ പൂക്കളത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. അത് മസ്റ്റാണല്ലോ. നമ്മൾ ആദ്യമായിട്ട് അല്ല ഇട്ടിട്ട് അപ്പോൾ ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാതെ പോകുന്നത് എങ്ങനെയല്ലേ. എറണാകുളത്ത് വന്നാൽ പിന്നെ ഞങ്ങളുടെ ആദ്യത്തെ ആഘോഷമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഉത്രാടത്തിൽ തന്നെ നമ്മുടെ ആഘോഷം നമ്മൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എണീറ്റപാടെ തന്നെ ആദ്യം നമ്മുടെ ഉത്രാടത്തിന് ഓണപ്പാട്ടാണ് കേട്ടോ വെച്ചത്. അത് കേൾക്കുമ്പോൾ തന്നെ പ്രത്യേക ഒരു വൈബ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ പൂവിടാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അന്നേരത്തേനും കാത്തുകുട്ടി എണീറ്റ് കരയുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഇതാ ആളെ എടുത്തുകൊണ്ട് വന്നു. ആളുടെ മുഖം അത്ര പ്രസന്നമല്ലായിരുന്നു. കാരണം അമ്മ നേരത്തെ പൂവിട്ടല്ലോ. പറയുകയും ചെയ്തു, എന്നെ എന്താ കൂട്ടാഞ്ഞ് അമ്മയെന്നൊക്കെ ചോദിച്ചു. ഞാൻ പിന്നെ ഓരോന്ന് പറഞ്ഞ് അവളെ അങ്ങ് സെറ്റാക്കി കേട്ടോ. ഇതാ മുഖം അങ്ങ് ആദ്യമൊന്നും ഓക്കെ അല്ലായിരുന്നു, പിന്നെ ഓക്കെ ആയിട്ടോ. പിന്നെ കുറച്ച് പൂവൊക്കെ കൈ കൊടുത്ത് ഇടാൻ പറഞ്ഞ് അങ്ങനെ ആൾ റെഡിയായേ. കുട്ടികൾ പിന്നെ അങ്ങനെയാണല്ലോ, എല്ലാം സെറ്റാവുമല്ലോ. കാരണം ഇന്നസെൻ്റ് അല്ലേ പിള്ളേരല്ലേ. നെക്സ്റ്റ് നമ്മുടെ ഫ്ലാറ്റിലെ ഫ്രണ്ടിനെയും കുട്ടികളൊക്കെ വിളിക്കാൻ ഞാൻ ഇന്ന് മറന്നുപോയി. നേരത്തെ പ്ലാൻ ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. ചേട്ടൻ പിന്നെ നേരത്തെ പൂവൊക്കെ മേടിച്ച് വന്നുകൊണ്ട് തന്നെ അങ്ങ് ഞാൻ റെഡിയാക്കിയതാണ്. അവരെ എന്താണ് ഇന്ന് തിരുവോണത്തിന് വിളിക്കണം എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. കാരണം ഇന്ന് ഉത്രാടത്തിന് പൂവിട്ട് തന്നെ ഞാൻ മടുത്ത് വരുന്നത് തന്നെ ഇട്ടിട്ടേ. ചേട്ടൻ പിന്നെ വീഡിയോ എടുത്ത് തരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എല്ലാം സെറ്റാക്കി ചേട്ടൻ്റെ കൂടെ നിന്ന് മോള് ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ചുമ്മാ നമ്മുടെ കൂട്ടുകാരിയും പിള്ളേരെ വിളിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഡോറിൽ പോയി കൊട്ടി നോക്കി കേട്ടോ. ഞാൻ പിന്നെ ബെല്ലടിച്ചില്ല, അതിരാവിലെ അല്ലേ. അപ്പോൾ അവൾ എണീറ്റ് വന്നൊന്നുമില്ല കേട്ടോ. പിറ്റേന്ന് ഇതാ തിരുവോണത്തിൻ്റെ അന്ന് നമ്മുടെ മണിച്ചേട്ടൻ പാടിയ നമ്മുടെ ഓണപ്പാട്ടുകൾ വെച്ചാണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ലിയക്കുട്ടിയും സേർക്കുട്ടിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരോട് മുന്നേ ഞാൻ തലേദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ നേരത്തെ വരണമെന്ന്. എന്താണേലും നമ്മൾ പാട്ടുകളൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഉത്രാടത്തിന് പൂവെല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും തിരുവോണത്തിന് തലേന്നൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. ഞാൻ വിളിച്ചപ്പോഴേക്കും പിള്ളേർ വന്നുകൊണ്ട് തന്നെ എനിക്ക് പകുതി പണി എളുപ്പമായിട്ടോ. ആദ്യമേ തന്നെ പൂവെറുക്കുക എന്ന ചടങ്ങിലേക്ക് കടന്നു. എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ ഓണം അടിപൊളിയാകുമല്ലോ. സേർക്കുട്ടിക്കും കാത്തുക്കുട്ടിക്കും പിന്നെ പൂ ഇറുക്കാൻ സെപ്പറേറ്റ് കൊടുത്തെങ്കിൽ അതൊക്കെ കുറച്ച് തന്നെ കിള്ളിയിട്ട് അവർ പോവുകയെ. ഇടയ്ക്ക് വന്ന് കുറുമ്പൊക്കെ കാട്ടും, അത് വേറെ കാര്യം. പിന്നെ ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കും, പിന്നെയും പോകും, ഓടിച്ചാടും. ഇതന്നെ പരിപാടി. പിള്ളേരൊക്കെ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. എന്താണേലും തിരുവോണത്തിൻ്റെ പൂക്കള ഡിസൈന് ലീക്കുട്ടിയായിരുന്നു കേട്ടോ ചെയ്തത്. ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഡിയാക്കണമെന്ന്. അങ്ങനെ ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കൈ തട്ടിയിട്ടുണ്ടല്ലോ. പേപ്പറിലുണ്ടായിരുന്ന കുറച്ച് ഫ്ലവേഴ്സ് ഇത്രയും ഞങ്ങൾ ആക്കിയിട്ടുണ്ടായിരുന്നു അത്തപ്പൂവെ. ആ പേപ്പറിലുണ്ടായിരുന്ന ഫ്ലവേഴ്സ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ മാറിയതാണ്. അതങ്ങ് കൈ തട്ടി നമ്മുടെ പൂക്കളത്തിലേക്ക് വീട് ഗൈസ്. അയ്യോ, അപ്പോൾ വന്നൊരു സങ്കടം ദൈവമേ. കാരണം ഒരു 7 മണിക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മുടെ വർക്ക്. അപ്പോൾ തന്നെ ഏകദേശം ഒരു 9:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി. പിന്നെയും ഞങ്ങൾ ആ ഒന്നേന്നങ്ങ് ഒരു സൈഡിലാണ് വീണത്. പിന്നെ അതെല്ലാം എടുത്തു മാറ്റിയിട്ട് പിന്നെ ഫ്ലേവർ ഇഷ്ടം പോലെ നമ്മുടെ ബന്ദിയൊക്കെ കുറേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അതൊക്കെ എടുത്തു മാറ്റിയിട്ട് ഒന്നേന്നങ്ങ് തുടങ്ങി കേട്ടോ. എന്താണെങ്കിലും ഞങ്ങൾ ഈ ഓണം അങ്ങ് കളറാക്കാം എന്നൊക്കെ തീരുമാനിച്ചു. എല്ലാവരും കൂടെ കൂടുമ്പോൾ ഓണം അതൊരു പ്രത്യേക വൈബ് തന്നെയാണല്ലോ. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് ഓണപരിപാടികൾ ഒന്നും ഇവിടെ അടുത്ത സ്ഥലങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് ഒത്തുകൂടി അങ്ങ് ഓണം സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ. നാട്ടിലായിരിക്കുമ്പോൾ ഫാമിലിയോടൊപ്പം ആയിരിക്കും, പിന്നെ നാട്ടിലെ ഓണപരിപാടികളൊക്കെ പോകുമായിരുന്നു. ഇവിടെ പക്ഷേ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞങ്ങളടുത്ത ഫ്ലാറ്റിലേതായാലും വന്ന് ഇവരോട് കമ്പനിയായി. അപ്പോൾ അവരോടൊപ്പം ഓണം സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഫ്രഷായി വന്ന്
സദ്യ കഴിക്കാനുള്ള പ്ലാനിലായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ഫ്രഷൊക്കെ ആയി വന്നു. ഇത് അത്തപ്പൂവിൻ്റെ അടുത്ത് ഒക്കെ വന്നിരുന്ന് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. എങ്ങനെയുണ്ട് അത്തപ്പൂ? ഓക്കെ അല്ലേ? കൊള്ളാമല്ലോ അല്ലേ? ഇനി അടുത്ത ചടങ്ങ് നമുക്ക് സദ്യ കഴിക്കാവുന്നതായിരുന്നു. അങ്ങനെ നിലത്ത് പായൊക്കെ വിരിച്ച് നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നത്. അതിനിടയ്ക്ക് ഞങ്ങൾ ഒരുങ്ങിയ സമയത്ത് മുല്ലപ്പൂവൊക്കെ തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഓണത്തിന് എന്താണ് മുല്ലപ്പൂവൊക്കെ ചൂടാൻ പറ്റും കേട്ടോ. കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് മുല്ലപ്പൂവൊക്കെ ചൂടിയിട്ട് ഓണം ആഘോഷിക്കുന്നത്. എന്താണേലും അടിപൊളിയായിരുന്നു. അങ്ങനെ ഇലയൊക്കെ ഇട്ട് നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഫ്രണ്ട് പറഞ്ഞു നിങ്ങൾ ഇരുന്നോ, ഞാൻ വിളമ്പിത്തരാമെന്ന്. അങ്ങനെ ഞങ്ങളങ്ങ് ഇരുന്നു കേട്ടോ. പുള്ളിക്കാരിയോട് കുറേ നേരം പറഞ്ഞിട്ട് പുള്ളിക്കാരി ഇരുന്നില്ല. അപ്പം ഞങ്ങൾക്ക് വിളമ്പിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ ഇരിക്കുകയാണ്. ആഹാ, വാഴയില ഇട്ടു. പിന്നെ അതിനിടയ്ക്ക് ഉപ്പിടണമായിരുന്നല്ലോ ഫസ്റ്റ്, പക്ഷെ അതിട്ടില്ല. കാരണം പിള്ളേർ ആദ്യം വാരി വാരി തിന്നുമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ ഇട്ടില്ല. പിന്നെ ചോറൊന്നും ഫുഡൊന്നും കഴിക്കില്ല. അപ്പോൾ നമ്മൾ അത് സ്കിപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ശർക്കര ഉപ്പേരിയും വാഴയ്ക്ക വറുത്തതും ഒക്കെ ആദ്യം ഇട്ടു. അതിനിടയ്ക്ക് തൊടു കറികളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അവൾ. അതൊക്കെ ഇടയ്ക്ക് ഞങ്ങളെടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. അത് വേറെ കാര്യം. ചോറ് വരാനുള്ള ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ നിങ്ങൾ കാണിക്കാറുണ്ടോ? ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി തന്നെ എല്ലാം വിളമ്പണമല്ലോ. ഞാൻ വിളമ്പാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി സമ്മതിച്ചില്ല കേട്ടോ, നീ ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ട് കൂട്ടരും കമ്പയർ ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ ഫുഡൊക്കെ, അതായത് കറികളൊക്കെ റെഡിയാക്കിയത്. ഒരു 6-8 കൂട്ടം കറികൾ ആക്കി, പിന്നെ 2 തരം പായസവും ആക്കി. മതിയല്ലോ. കുറച്ച് ചോറും ഇച്ചിരി കറികൾ കഴിക്കുമ്പോൾ തന്നെ വയറ് ഫില്ലാവും. പിന്നെ അവസാനം പായസവും പപ്പടവും പഴവും കൂടെ കൂട്ടിയുള്ള ഒരു മിക്സും കൂടെ കഴിക്കുമ്പോൾ തന്നെ വയറ് ഫില്ലാകും ഒത്തിരി. അപ്പോൾ പിന്നെ ഒത്തിരി കറികളുടെ ആവശ്യമില്ല എന്ന് ഞങ്ങൾക്കറിയാവുന്ന രീതിയിൽ ഞങ്ങൾ കറികളൊക്കെ വെച്ച് ഞങ്ങൾ സെറ്റാക്കി ഗായ്സ്. എന്താണേലും ഈ പ്രാവശ്യത്തെ ഓണം ഞങ്ങൾക്ക് മറക്കാനാവാത്ത നല്ലൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കഥകൾ പറയുന്നതിനിടയ്ക്ക് നമുക്കിവിടെ ചോറ് എത്തിയിട്ടില്ല. ചോറ് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ സ്പീഡ് കൂട്ടാത്ത ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ അവസരത്തിലല്ലേ പറയാൻ പറ്റൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ സ്പീഡ് കൂട്ടാതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങളുടെ ഓണവിശേഷങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അപ്പോൾ നമുക്ക് ലൈവിലൊക്കെ വരുമ്പോൾ വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ എല്ലാവരും വന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെന്താ പറയാം, ചോറ് വിളമ്പാൻ പോകുന്നേ ഉള്ളൂ. എല്ലാവർക്കും ഒത്തിരി കറികളൊക്കെ ഉണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു പറയണം കേട്ടോ എല്ലാവരും. നമ്മുടെ ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ വളരെ അടിപൊളിയായിരുന്നു. കാരണം ഇവരും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു ബോറൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സദ്യ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു റീലെടുക്കണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലേ, ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനും ലിയക്കുട്ടിയും കൂടെ ഒരു ഡാൻസ് ഷോർട്സ്, ഒരു ഹിന്ദി സോങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഡാൻസ്. അപ്പോൾ അത് മോള് നന്നായിട്ട്, ലിയക്കുട്ടി നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ അത്ര എക്സ്പീരിയൻസ് ഇല്ല. അത് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലിയക്കുട്ടി എനിക്ക് കുറേ സ്റ്റെപ്പുകളൊക്കെ പഠിപ്പിച്ചു തന്നു. കുറേ പ്രാവശ്യം പ്രാക്ടീസൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ അത്രയൊരു വീഡിയോ എടുത്തത്. അപ്പോൾ അവൾ നേരത്തെ പറഞ്ഞിരുന്നു, ആൻറ്റി നമുക്ക് ഓണത്തിൻ്റെ അന്ന് എന്തെങ്കിലും ഒരു ഡാൻസ് നമുക്ക് എടുക്കാം, ഞാൻ പഠിപ്പിച്ചു തരാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ലായിരുന്നു. കാരണം ഞാൻ ചെറുപ്പ സമയത്തൊക്കെ ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിലൊക്കെ. അത് കഴിഞ്ഞ് മുതിർന്നപ്പോൾ പിന്നെ ആ ടച്ചൊക്കെ അങ്ങ് വിട്ടു. പിന്നെ ഇങ്ങനെ നമ്മൾ വീഡിയോസൊക്കെ കാണുന്നല്ലാതെ അങ്ങനെ ഞാൻ പ്രാക്ടീസൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിവേ, അപ്പം ലിയക്കുട്ടി പഠിപ്പിച്ച് തരാമെന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ഓക്കെ പറഞ്ഞു കേട്ടോ. എന്താണേലും സദ്യ അടിപൊളിയായിരുന്നു. അവസാനത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവസാനത്തെ പായസവും പപ്പടവും പഴം കൂട്ടിയ മിക്സ് ചെയ്തിട്ട് കഴിക്കുന്ന ഒരു രീതി എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ലാസ്റ്റാണല്ലോ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ചോറൊക്കെ ഞാൻ വളരെ കുറച്ചാണ് കേട്ടോ എടുത്തത്. അതുപോലെ കറികളും കൂടെ വരുമ്പോഴത്തേനും വയറ് പിന്നെ ഫുള്ളാകും. അതുകൊണ്ട് തന്നെ എല്ലാ കറികളും കൂട്ടി കുറച്ച് ചോറും കൂട്ടി ഫുള്ള് കഴിക്കാൻ പറ്റും കേട്ടോ. അത് തന്നെ കാര്യം. കാത്തുക്കുട്ടിയാണെങ്കിലും വളരെ ഹാപ്പി ആയിരുന്നേ. ആളെന്ന് വെച്ചാൽ സാധാരണ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഇച്ചിരി മടിയായിരുന്നു. ഈ പ്രാവശ്യം പക്ഷേ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് ആളും വളരെ എനർജറ്റിക് ആയിരുന്നു. പിന്നെ വേറെ കാര്യം വെച്ചാൽ രാവിലെ തൊട്ട് ഓരോ പണിയും ഓട്ടവും ചാട്ടവും ഒക്കെ ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരിയും തളർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറൊക്കെ കാത്തുക്കുട്ടിയും വളരെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമായി. എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ടാവും അവളങ്ങനെ കഴിച്ചെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഓണവിശേഷങ്ങളൊക്കെ പറയാൻ മറക്കണ്ട. ഓണപരിപാടികളൊക്കെ മറക്കണ്ട പറയാൻ.
ഓക്കെ ഗൈസ്, വേറെ എന്താണ് വിശേഷങ്ങളൊക്കെ? എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ചു എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ പൂക്കളം ഒക്കെ നിങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നോ? എൻ്റെ പൂക്കളം നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ എന്താണെങ്കിലും വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും നിലത്ത് പായൊക്കെ വിരിച്ചിട്ടാണോ നിങ്ങൾ സദ്യയൊക്കെ കഴിച്ചത്? അപ്പോൾ അഭിപ്രായമൊക്കെ പറയാൻ വേണ്ടി മറക്കല്ലോ കേട്ടോ. ഞങ്ങളേതായാലും നേരത്തെ വാഴയിലൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഓണത്തിൻ്റെ അന്ന് പിന്നെ നെട്ടോട്ട് ഓടേണ്ട ഒന്നും വന്നിട്ടില്ല. ഇവിടെയൊക്കെ തിരക്കായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തലേന്ന് എല്ലാം മേടിച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, അങ്ങനെ ഇതാ കഴിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. പിന്നെ പരിപ്പും നെയ്യും കൂട്ടിയിട്ട് ഇടയ്ക്ക് ആ ഒരു അത് സാമന്തയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ പുള്ളിക്കാരി അത് റെഡിയാക്കി തന്നിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാ കറികളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാ കറികളും കൂട്ടി സദ്യ കഴിക്കുന്നതിൻ്റെ പ്രത്യേകം വൈബാണല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും സദ്യയൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് ഇരിക്കുമായിരുന്നോ? എങ്ങനെയാണ് വിശേഷങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പം ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു. ഇനി സദ്യ കഴിച്ചിട്ട് വേണം ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് വേഗം കഴിക്കാനുള്ള നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. കാരണം രാവിലെ എണീറ്റ് ഓരോ വർക്കല്ലായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പോകലും പിന്നെ പൂ വിറക്കൽ തൊട്ട് പൂ ഇടുന്നത് വരെ ഭയങ്കര പണിയായിരുന്നു. ശരിക്കും മടുത്ത് പോയിട്ടുണ്ടായിരുന്നു, വിശക്കുന്നുണ്ടായിരുന്നു നന്നായിട്ട്. അതിനിടയ്ക്ക് അങ്ങനെ ഒരു അബദ്ധം കൂടെ പറ്റി. നമ്മുടെ കൈ തട്ടിയിട്ട് കയ്യിലുണ്ടായിരുന്ന പൂവൊക്കെ അങ്ങോട്ട് അത്തപ്പൂക്കളത്തിലേക്ക് വീണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അബദ്ധം പറ്റാറുണ്ട്? എന്താണെങ്കിലും ഞങ്ങളത് നൈസായിട്ട് മാനേജ് ചെയ്ത് ഗൈസ്. ചെയ്യാതെ പറ്റില്ലല്ലോ, കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ രാവിലെ തൊട്ട് തുടങ്ങിയ വർക്കാണ്. അതിനിടയ്ക്ക് ഇങ്ങനെ കൂടെ പറ്റുമ്പോൾ ചെറിയ ഒരു വിഷമം ഉണ്ടായി. ചെറുതല്ല, ശരിക്കും നല്ല വിഷമം തന്നെ ഉണ്ടായി. പിന്നെ ഞങ്ങളത് നന്നായിട്ട് മാനേജ് ചെയ്തു സെറ്റാക്കി. അവസാനം ഓണാശംസകളൊന്നും കൂടി എഴുതി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനമായത്. അതെന്താണെങ്കിലും അടിപൊളിയായിരുന്നു. കുറച്ചുകൂടെ താഴേക്കൊക്കെ ഫ്ലേവർ ഇടണമെന്നൊക്കെ വിചാരിച്ചു. എന്നിട്ട് ഞങ്ങൾ മടുത്ത് പോയിരുന്നു ഗൈസ്, വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫ്രഷായിട്ട് വന്നിട്ട് പിന്നെ എന്താ പറയുക, കുറേ ഫോട്ടോസ് എടുത്തു, ഫാമിലി ഫോട്ടോസ് എടുത്തു, പിന്നെ എല്ലാവരും കൂടെയുള്ള ഫോട്ടോസ് എടുത്തു. അങ്ങനെയൊക്കെ കുറേ സമയം കഴിഞ്ഞു. പിന്നെ വേഗം ഇതേ സദ്യയിലേക്ക് കടന്നു. അപ്പോൾ സദ്യ കഴിച്ചിട്ട് വേണം നമുക്ക് താഴേക്ക് പോകണം. കാരണം ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലാണ്. അപ്പോൾ ഇനി താഴെ ബേസ്മെൻറ്റിൽ പോയിട്ട് വേണം നമുക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യണമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് മുമ്പ് റൂമിൽ നിന്ന് നമുക്ക് അല്ലാതെ ഡാൻസ് ഒന്നുകൂടെ കളിച്ച് നോക്കണം. അങ്ങനെയൊക്കെ വിചാരിച്ച് ഞങ്ങൾ വേഗം സദ്യയൊക്കെ കഴിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ്? ഈ ചില നാടുകളൊക്കെ നോൺ വെജൊക്കെ ഓണത്തിന് ആഡ് ചെയ്യുമല്ലോ. നമ്മുടെ കണ്ണൂരൊക്കെ ഇടയ്ക്ക് നോൺ വെജൊക്കെ ആഡ് ചെയ്യും കേട്ടോ. കാരണം ഒന്നുമല്ല, പ്രത്യേകിച്ച് ഈ ഓണത്തിൻ്റെ അവസരങ്ങളിലൊക്കെയാണല്ലോ എല്ലാവരും ഒന്ന് ഒത്തുകൂടുന്നത്. അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പിന്നെ നോൺ വെജൊന്നും ആഡ് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ പച്ചക്കറികൾ മാത്രം ആഡ് ചെയ്തു. ഇത് തന്നെ ഉണ്ടാക്കാൻ എന്ത് സമയം എടുത്തു ഗൈസ്, അല്ലേ? ഇനി കിച്ചണിൽ നിന്ന് പിന്നെ കയറാൻ നേരം ഉണ്ടാവില്ല, കാരണം ഒത്തിരി സമയം എടുക്കും ഓരോ വിഭവം ഉണ്ടാക്കി. പക്ഷെ അവസാനം അതെല്ലാം റെഡിയായി കാണുമ്പോൾ ഉള്ള സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. എന്താണേലും ഇപ്രാവശ്യത്തെ ഓണം അടിച്ചു പൊളിച്ചു, അടിപൊളിയായിരുന്നു, ഒത്തിരി ഇഷ്ടമായി ഗൈസ്. സദ്യയെല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾ ജനലിൻ്റെ പുറത്തൂടെ നോക്കുമ്പോൾ ഇതാ ഒരു അതിഥി വന്നേക്കുന്നത്. ആരാ? ഒരു പരുന്ത്. ആദ്യമായിട്ടാണ് കേട്ടോ അത് ഇവിടെ വന്നിട്ട് ഞങ്ങൾ കാണുന്നത്. ഇതിന് മുന്നേ വന്നിട്ടുണ്ടോ എന്നൊന്നും അറിഞ്ഞൂടാ. എന്താണേലും ഓണമായിട്ട് വന്നതാണെന്ന് തോന്നുന്നു. കുറേ നേരം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, പിന്നെ അങ്ങോട്ട് പറന്നു പോകും, പിന്നെയും വരും, അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടുത്തേക്കൊന്നും പോയൊന്നുമില്ല, കാരണം ഇച്ചിരി നീങ്ങി എന്നാൽ അടുത്തെത്തുമായിരുന്നു. ഞങ്ങൾ പിന്നെ അടുത്തേക്കൊന്നും പോയില്ല. അത് കൊത്തുമോ നമുക്ക് അറിഞ്ഞുകൂടല്ലോ. ആളേതായാലും ഓണമാണെന്ന് അറിഞ്ഞിട്ട് വന്നതാണെന്ന് തോന്നുന്നു. എനിക്ക് നല്ലൊരു രസമുള്ള കാഴ്ച തന്നെയായിരുന്നു. കുറേ നേരം അതിനെ നോക്കിയിരുന്നു. ഇനി ഞങ്ങൾ നേരെ താഴേക്ക് പോവുകയാണ്. താഴേക്ക് പോയിട്ട് നമ്മുടെ ട്രൈപ്പോഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഡാൻസ് എടുക്കാൻ. അവിടെയും ഞങ്ങളൊരു 5-6 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ഷോർട്സ് ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഷോർട്സൊക്കെ കണ്ട് അഭിപ്രായം പറയാൻ മറക്കല്ലോ കേട്ടോ ഗൈസ്. എല്ലാവരും നമ്മുടെ ഗേൾസ് ഫ്രണ്ട്സൊക്കെ എങ്ങനെയാണ്, മുല്ലപ്പൂക്കെ ചൂടിയിട്ടുണ്ടായിരുന്നു? അപ്പോൾ പറയണേ. ഇപ്പം നമ്മുടെ കാത്തുക്കുട്ടി സേരക്കുട്ടി ആണെങ്കിലും അവരുടേതായ രീതിയിൽ ഡാൻസ് കളിക്കാനായിട്ട് അവർക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഓണാഘോഷം ആ രീതിയിൽ കംപ്ലീറ്റ് ആയി. അങ്ങനെ വൈകുന്നേരത്തെ ഒരു ഉച്ചമയക്കമല്ല, വൈകുന്നേരത്തെ ഉറക്കത്തിന് ശേഷം നമ്മൾ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല, എനിക്ക് മാറിപ്പോയതാണ്. അപ്പോൾ വൈകുന്നേരത്തെ നമ്മുടെ ഉറക്കത്തിനൊക്കെ ശേഷം ഞങ്ങൾ ഒബറാൻ മാളിലേക്കാണ് കേട്ടോ പോയത്. അവിടെ നിന്നൊരു ഫിലിമൊക്കെ കാണാമെന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ
ഞാനും കാത്തുക്കുട്ടിയും ആദ്യമായിട്ടാണ് കേട്ടോ ഒബറോൺ മാളിലേക്ക് പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്കുണ്ടായിരുന്നു. നമ്മൾ ബേസ്മെൻറ്റിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ എൻട്രിയിലേക്ക് പോയി കേട്ടോ. ഇനി എസ്കലേറ്റർ കയറി നമുക്ക് മുന്നോട്ട് പോകണം. കാത്തുക്കുട്ടിക്ക് പേടിയാകുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചെങ്കിലും പുള്ളിക്കാരി ഓക്കെ ആയിരുന്നു. ഞങ്ങൾ നേരെ ഐസ്ക്രീമിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ ആദ്യമായിട്ട് പോയത്. ഐസ്ക്രീം കണ്ടാൽ പിന്നെ നമ്മൾ വിടില്ലല്ലോ. അതിപ്പോൾ പ്രായഭേദമന്യേ എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു വിഭവമാണല്ലോ അല്ലേ ഐസ്ക്രീം. എന്താണേലും ഞങ്ങൾ പോയിട്ട് ഒരു ഐസ്ക്രീമൊക്കെ അങ്ങ് മേടിച്ചു. എനിക്കും കാത്തുക്കുട്ടിക്കും മാത്രം മതിയായിരുന്നു ഐസ്ക്രീം. ഞങ്ങളത് മേടിച്ചു കഴിച്ചു. ഇനി കുറേ നേരം അതിലൊക്കെ കറങ്ങണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫിലിമിന് കയറാൻ. അതിനിടയ്ക്ക് നമുക്ക് ഫുഡും കഴിക്കണം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് വന്നതുകൊണ്ട് ഒത്തിരി കറങ്ങാൻ ഉണ്ടല്ലോ. അപ്പോൾ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. കാത്തുക്കുട്ടി വളരെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് ഞാനും ട്രെൻഡ്സിന് മുന്നിലെത്തിയപ്പം ഒന്ന് അങ്ങോട്ട് കയറിയാലോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ച് പിന്നെ വേണ്ടാതെ വെച്ച് മുന്നോട്ടങ്ങ് നടന്നു കേട്ടോ. എന്ത് രസമല്ലേ ഡ്രസ്സുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം അതൊക്കെ നോക്കിയിരുന്നു. പിന്നെ കുറേ ഡ്രസ്സുകളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം മേടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെ അത് വിട്ടേ. പിന്നെ എന്താണെങ്കിലും നമുക്ക് സിനിമ കാണാമല്ലോ, അതുകൊണ്ട് പിന്നെ ആ ഒരു ചിന്തയിൽ അങ്ങ് മുന്നോട്ട് പോയി. കുറേ അതിലെ കൂടെയൊക്കെ കറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ അവിടെയാണെങ്കിലും പ്ലാസ്റ്റിക് കൊണ്ടും അല്ലാതെയും ഒക്കെ ഓണത്തിൻ്റെ മനോഹാരിത ഉണർത്തുന്ന കാഴ്ചകളൊക്കെ കാണാനുണ്ടായിരുന്നു. അത്തപ്പൂവൊക്കെ പല വെറൈറ്റികൾ പ്ലാസ്റ്റിക് കൊണ്ടും അല്ലാതെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു കാണാൻ. സമയം പോയതേ അറിഞ്ഞില്ലായിരുന്നു. ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന നിവിൻ പോളിയുടെ സിനിമയാണ് കേട്ടോ ഞങ്ങൾ കാണാൻ വേണ്ടി പോയത്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ കുട്ടികളുടെ റൈഡിൻ്റെ സ്ഥലത്തേക്ക് പോയപ്പോൾ അതാണെങ്കിൽ ക്ലോസ് ചെയ്തു കേട്ടോ. കാരണം ഓണമാണല്ലോ, നേരത്തെ ക്ലോസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഇത് കണ്ടോ ഓണത്തിൻ്റെ ആ ഒരു വൈബ് കാണിക്കുന്ന പിക്ചറൊക്കെ. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയി മോമോസ് ഓർഡർ ചെയ്ത് കഴിച്ചു ആദ്യം. അത് കഴിഞ്ഞപ്പോഴത്തേനും ചിക്കൻ ബിരിയാണിയും പിന്നെ ചിക്കൻ ഫ്രൈയും മേടിച്ചു കഴിച്ചു. ഇതെല്ലാം കൂടെ എങ്ങനെ നിങ്ങൾ ഒറ്റ ദിവസം അകത്താക്കുന്നു എന്നൊന്നും ചിന്തിക്കേണ്ട കേട്ടോ. കാരണം ഉച്ചക്കത്തെ സദ്യ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ചോറും കുറച്ച് മീൻസ് അത്യാവശ്യം കറികളും കഴിച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് നമുക്ക് വയറ് കാലി ഉണ്ടായിരുന്നു. പിന്നെ സമയവും കൂടെ നോക്കണം, 8-8:30 ആയിട്ടുണ്ടായിരുന്നത് ഫുഡ് കഴിക്കുന്ന സമയവും. അപ്പം പിന്നെ അത്യാവശ്യം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുത്തെ ഫുഡ് അടി എല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അതിലെ കൂടെയൊക്കെ നടന്നു. നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കാത്തുക്കുട്ടിക്ക് ഓടിച്ചേടി നടക്കാൻ വളരെ ഇഷ്ടമായിരുന്നേ. ഞങ്ങൾ വിചാരിച്ചാൽ ഓടട്ടെ എന്നങ്ങ് വിചാരിച്ച് പുറകെ ഞാനും ഉണ്ടായിരുന്നു കേട്ടോ. എന്താണേലും ഒരു ഓട്ടം കഴിയുമ്പോഴത്തേനും ഒരു വീഴ്ചയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാനും പുറകെ വരുന്നുണ്ട്, കണ്ടില്ലേ. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇത് കണ്ടില്ലേ, ഇതെല്ലാം പ്ലാസ്റ്റിക് പോലെ തന്നെയുള്ള സംഭവമാണ്. ഓണസദ്യേൻ്റെ എല്ലാ വിഭവങ്ങളും അടക്കമുള്ള ഒരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് രസമായിരുന്നു കേട്ടോ കാണാൻ. അടുപ്പടക്കം വിറകടുപ്പ് അടുക്കം അവിടെ ഉണ്ടായിരുന്നു, കാണാൻ രസമായിരുന്നു. ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ഫിലിം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ടാണ് കേട്ടോ പോയത്. എന്തായാലും ഞങ്ങൾക്ക് ടിക്കറ്റൊക്കെ കിട്ടി. ഭയങ്കര ചെക്കിങ് ആയിരുന്നു കേട്ടോ, ഭയങ്കര ചെക്കിങ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മെയിൽസിനെ ഫീമെയിൽസിനെയൊക്കെ മാറ്റി മാറ്റി നിന്നായിരുന്നു ചെക്കിങ് ഒക്കെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ അകത്തേക്ക് കയറ്റിയെങ്കിലും കുറേ നേരം പിന്നെയും വെയിറ്റ് ചെയ്യേണ്ടി വന്നേ. പിന്നെ എന്താ പറയുക ഗൈസ്, ഉറക്കമൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും സിനിമ കാണണമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ സിനിമയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം, അടിപൊളി സിനിമയായിരുന്നു. അപ്പോൾ നമ്മുടെ ഉത്രാടത്തിൻ്റെയും തിരുവോണത്തിൻ്റെയും വിശേഷങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകൂടാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരെയും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെയും തന്ന സപ്പോർട്ടിന് സ്നേഹത്തിന് ഒത്തിരി നന്ദിയുണ്ട്. എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ചു ആഘോഷിച്ചു എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ലൈവിലൊക്കെ വരുമ്പോൾ കാണാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ ബൈ ഡിയേഴ്സ്, ബൈ ബൈ.